സംബാൽ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള കലാപത്തിൽ യോഗി ആദിത്യനാഥ് നടപടി തുടങ്ങി എന്ന വാർത്ത ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ ബുൾഡോസർ അല്ല, അതുക്കും മേലെയാണ് യോഗി ആദിത്യനാഥിന്റെ അവിടെയുള്ള നടപടിക്രമങ്ങൾ എന്ന് നമുക്കറിയാനായി സാധിക്കുന്നു. സംഭാലിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വ്യാപകമായിട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങളുണ്ട്. പോലീസിന് പോലും അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മതമൗലികവാദികളെല്ലാം തന്നെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. പോരാത്തതിന് ഗുണ്ടായിസം, കൊള്ള, കൊല അങ്ങനെയുള്ള പല വലിയ റൗഡി ഗ്രൂപ്പുകളും സംഭാലിൽ വിഹരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അതായത് സംഭാലിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കയ്യേറ്റങ്ങളും വൈദ്യുതി വെള്ളം മോഷണവുമാണ്. ഇത് സർക്കാർ ഖജനാവിന് വരുത്തി വയ്ക്കുന്ന വലിയ രീതിയിലുള്ള ബാധ്യത ചെറുതല്ല. ഇപ്പോഴിതാ യോഗി ആദിത്യനാഥ് ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ട്, ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് സകല കയ്യേറ്റങ്ങളും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ നിലപാട് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. എന്നാൽ അതുക്കും മേലെ ഇപ്പോൾ സംഭാലിൽ യോഗി പൂർണ്ണമായിട്ടുള്ള ആക്ഷൻ മോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭാലിലുള്ള വൻ വൈദ്യുതി മോഷണം, വൈദ്യുതി വകുപ്പിന്റെ കണക്കനുസരിച്ച് 13 മുതൽ 14 കോടി രൂപയുടെ വൈദ്യുതി മോഷണമാണ് അവിടെ വാർഷികമായി ഉണ്ടാകാറുള്ളത്. ഇപ്പോഴിതാ ആ വൈദ്യുതി മോഷണം എല്ലാം കട്ട് ചെയ്യാൻ, അതായത് അനധികൃതമായിട്ട് ആരെങ്കിലും വൈദ്യുതി മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കട്ട് ചെയ്തോളാനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം സംഭാലിൽ വന്നിരിക്കുന്നത്. ഈ കലാപകാരികളുടെ വീട്ടിലെ വൈദ്യുതിയും വെള്ളവും കട്ട് ചെയ്യാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. സംഭാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഴുക്ക് ചാലിനോട് ചേർന്നുള്ള കയ്യേറ്റങ്ങൾ, റോഡ് കയ്യേറ്റങ്ങൾ, സർക്കാരിന്റെ ഭൂമി അനധികൃതമായിട്ട് കയ്യേറുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിരന്തരമായി അവിടെ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. ജില്ലാ ഭരണകൂടം വെള്ളിയാഴ്ച ചന്ദൌസി നഗരത്തിൽ സമർപ്പിത കയ്യേറ്റം നീക്കം ചെയ്യൽ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ ക്യാമ്പയിനിലാണ് ഇപ്പോൾ വൈദ്യുതി കൂടെ കട്ട് ചെയ്ത് കളയാനായിട്ട് യോഗി ആദിത്യനാഥ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നിരവധി പ്രാദേശിക പള്ളികളിലും പാർപ്പിട പ്രദേശങ്ങളും നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ വ്യാപകമായി വൈദ്യുതി മോഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അവിടെയുള്ള ഈ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിലാണ്: ഞങ്ങൾ ശനിയാഴ്ച മതപരമായ സ്ഥലങ്ങളിലെ ഉച്ചഭാഷണികളിൽ പരിശോധന നടത്തി എന്നുള്ളതാണ്. 250 മുതൽ 300 വരെ വീടുകളിലും പള്ളികളിലും മദ്രസകളിലും അനധികൃതമായിട്ടുള്ള വൈദ്യുതി മോഷണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് അവിടെയുള്ള അധികൃതർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഒരു വിതരണ യൂണിറ്റിൽ നിന്ന് 150 മുതൽ 200 വരെ വീടുകളിലേക്ക് വൈദ്യുതി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മേൽക്കൂര മുഴുവൻ അനധികൃത വൈദ്യുത വിതരണ യൂണിറ്റാക്കി അവിടെ മാറ്റിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ഉത്തരവാദികൾക്കെതിരെ FIR ഇട്ടിരിക്കുകയാണ് എന്നും അവിടെ പറയുന്നുണ്ട്. പോരാത്തതിന് ക്ഷേത്രങ്ങൾ, പള്ളികൾ, മറ്റ് ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ ഉച്ചഭാഷണങ്ങളുടെ ഉപയോഗം അധികൃതർ പരിശോധിക്കുന്നുണ്ടെന്നാണ് പോലീസ് സൂപ്രണ്ട് ബിഷ്ണോയ് കുമാർ പറഞ്ഞത്. നവസ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത വൈദ്യുതി കണക്ഷനുകൾ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ കാര്യമായ വൈദ്യുതി മോഷണം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും യോഗി ആദിത്യനാഥിനെ അഭിനന്ദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുക്കളുടെ വീടുകളിലായിരുന്നാലും മുസ്ലിങ്ങളുടെ വീടുകളിലായിരുന്നാലും എല്ലാ വീടുകളും ായി തന്നെ വൈദ്യുതി മോഷ്ടിക്കുന്ന ആൾക്കാരുടെ എല്ലാ വീടുകളിലെ വൈദ്യുതിയും കട്ട് ചെയ്യാനാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗുണ്ടാ വിളയാട്ടമുണ്ട്. ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, അങ്ങനെ മതമൊന്നും നോക്കാതെ ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുത്തുകൊള്ളുമെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. പോരാത്തതിന് ഈ കലാപത്തിൽ ഏർപ്പെട്ട 2000-ലേറെ അജ്ഞാതരുണ്ട്. ആ അജ്ഞാതരെ എത്രയും വേഗം പിടിച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കണം എന്നാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇനി പോലീസിന്റെ യഥാർത്ഥത്തിലുള്ള, യോഗിയുടെ യഥാർത്ഥത്തിലുള്ള മുഖം, അതായത് എൻകൗണ്ടർ മുഖം പുറത്തു വരുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.